ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? ഏതോ വേസ്റ്റ് ഒക്കെ കിടക്കുന്ന സ്ഥലം. പക്ഷെ നമ്മളിപ്പം ബാൻഡ് മേളം കാണുന്ന ഗ്രൗണ്ടില്ല, അതാ ഈ സ്ഥലം. ഓ എന്റെ മോനെ, എന്ത് രസാ ഇപ്പൊ കാണാൻ. ഇതെങ്ങനെ ഇങ്ങനായി? ഈ ലാലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മനുഷ്യർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സ്ഥലം മുഴുവൻ മാലിന്യക്കൂമ്പാരമായിരുന്നു. ദുർഗന്ധം, പിന്നെ ഈ ഭക്ഷണ വേസ്റ്റ്, അതൊക്കെയായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വേനൽക്കാലത്ത് തന്നെ തീ പിടിക്കും, മഴക്കാലം ആകുമ്പോഴത്തേക്ക് രോഗങ്ങൾ ഭയങ്കരമായിട്ട് പകരും. അതുകൂടാതെ തന്നെ ഭയങ്കര ദുർഗന്ധമായിരുന്നു ഈ സ്ഥലത്ത്. ഒരു കാലത്ത് തൃശ്ശൂരില് ലാലൂർ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം എന്നായിരുന്നു അർത്ഥം. അത്രയും കഷ്ടപ്പാടായിരുന്നു ഇവിടുത്തെ ആൾക്കാർക്ക്. 2016 LDF സർക്കാർ വന്നപ്പോഴായിരുന്നു ഇവിടുത്തെ ഈ വേസ്റ്റ് എല്ലാം കൂടെ മാറ്റിയിട്ട് ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചത്. 2018 അന്നത്തെ കായിക മന്ത്രി EP ജയരാജനാണ് ഈ സ്പോർട്സ് കോംപ്ലക്സിന്റെ തറക്കല്ലിട്ടത്. മലയാളികളുടെ അഭിമാനതാരമായ IM വിജയന്റെ പേരിലാണ് ഇവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സ്. ഈ സ്പോർട്സ് കോംപ്ലക്സ് വന്നതോടുകൂടി ലാലൂരിന്റെ മുഖച്ഛായ തന്നെ മാറി, മാലിന്യം മാറി. മുന്നേ ഇവിടുന്ന് ആൾക്കാർ വസ്തുക്കൾ വിറ്റ് പോവുകയായിരുന്നു. സ്പോർട്സ് കോംപ്ലക്സ് വന്നതോടുകൂടി ഇവിടുത്തെ വസ്തുവിന്റെ വില കൂടി, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി മാറി, ആൾക്കാർ ഈ സ്ഥലത്തെ കണ്ടിരുന്ന രീതി തന്നെ മാറി. അങ്ങനെ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു കഥയാണ് ഈ ലാലൂരിന്റെ ഈ സ്പോർട്സ് കോംപ്ലക്സിന് പറയാനുള്ളത്. ഒരു അപാര മാറ്റം തന്നെ. ശരിക്കും ആ ഫോട്ടോ കണ്ടിട്ട് ഇത് കാണുമ്പോഴാണ് ആ വ്യത്യാസം നമുക്ക്. നമ്മുടെ കിഫ്ബി ഫണ്ട് വഴിയുള്ള വികസനത്തിന്റെ ഒരു നേർസാക്ഷ്യമാണിത്. ഒരു 70 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചിട്ടാണ് ഈ ലാലൂരിന്റെ സ്പോർട്സ് കോംപ്ലക്സ് പണിഞ്ഞിട്ടുള്ളത്. അത് കാണാനുണ്ട്. ഇവിടുത്തെ ഓരോ മുക്ക് മൂലം നോക്കിയാൽ ആ വികസനം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 15 കൊല്ലം മുന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാലിന്യ കൂമ്പാരായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു മാറ്റം. അത് ഈ നിലയ്ക്ക് പണ്ടൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാര്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒരു ആ ഗുണം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 ഏക്കറിലെ മാലിന്യമല നീക്കി അവിടെ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉയർന്നപ്പോൾ അത് ഉറപ്പുവരുത്തിയത് ഒരു നാട്ടിലെ മനുഷ്യരുടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം കൂടിയായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ ലാലൂർ എന്ന് പറയുമ്പോൾ തന്നെ മാലിന്യം എന്നുള്ളതാണ് മനസ്സിൽ വരുന്ന ആദ്യത്തെ മൈൻഡ് സെറ്റ് തന്നെ. അതിൽ നിന്നും മാറി ഇത് വലിയൊരു വ്യത്യാസം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണത്തിൻ്റെ ആര് ചെയ്താണെങ്കിലും നന്മ തന്നെയാണല്ലോ. ഇത് ലാലൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ലാലൂരിൻ്റെ ഈ മാറ്റം. ഒരു കാലത്ത് മാലിന്യത്തിന് കുപ്രസിദ്ധി ആർജിച്ച ഭൂമിക ഇന്ന് കായിക വിസ്മയങ്ങളുടെ ഈറ്റില്ലമായി മാറിയിരിക്കുകയാണ്. ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രകാശസിനൊപ്പം നവജിത്ത് അഷ്ടമചന്ദ്രൻ, കൈരളി ന്യൂസ്.